സോ വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. ഇന്ന് നമ്മളുടെ ഡ്രാക്സ്റ്ററാണ്. അപ്പോൾ നമ്മളിന്നൊരു നോ ഇൻ്റർനെറ്റ് പ്രാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാ ഗെയിമിലേക്ക് വരല്ലേ? വാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ മാച്ചിലെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഡ്രാക്സ്റ്റർ മറന്നുപോയോ നോ ഇൻ്റർനെറ്റ് പ്രാങ്ക് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചൊന്ന് നിൽക്കുമായിരിക്കും. ഇതാ ഞാനും ഡ്രാക്സ്റ്ററും നിന്നിരിക്കുന്നു. വണ്ടാ പിടിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ അടിച്ചാൽ കളി പോകുന്നത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വണ്ടാ പിടിക്കുന്നില്ല. അപ്പോൾ അവന്മാർ എന്നെ ഡ്രാക്സ്റ്ററിനെ അടിക്കുന്നു. ഡ്രാക്സ്റ്റർ അടി അടിക്കാൻ നോക്കി, നടന്നില്ല. എന്നെ അവരാദ്യം തീർത്തു. ഡ്രാക്സ്റ്റർ വണ്ടാ പിടിക്കാൻ നോക്കി, എന്നാൽ ഡ്രാക്സ്റ്ററിൻ്റെ അടുത്ത് വന്ന് വണ്ടാ പിടിച്ചു. റിവെഞ്ച് എടുക്കണം. അങ്ങനെ ഈ റൗണ്ട് അങ്ങനെ പോയി. പിന്നെ അടുത്ത റൗണ്ടിലും കാര്യമായിട്ടൊന്നുമില്ല. ഡ്രാക്സ്റ്ററിന് ആ സൈഡ് വേണമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് മാറ്റി. എന്നിട്ട് കൂടുതലൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഫിക്റ്റീൻ്റെ അങ്ങോട്ടൊക്കെ ചേർന്ന് നിന്നു. മനസ്സിലാവണമല്ലോ നോ ഇൻ്റർനെറ്റ് ഫ്രാങ്കാന്ന്, നെറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അവരെ കളിയാക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ഒരുത്ത സൈഡിലേക്ക് വന്നു. അവന് ഡ്രാക്സ്റ്ററിൻ്റെ അടി കൊടുക്കുന്നു. ഞാൻ അറിയാതെ ഡ്രാക്സ്റ്ററിൻ്റെ ഹെഡ് അടിക്കുന്നു. സീനില്ല. ഇത്തവണ ഞങ്ങൾ അവനെ തീർക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 ഇടി ഇടിക്കാൻ നോക്കുന്നു, പക്ഷേ ഇടി കൊള്ളുന്നില്ല. അങ്ങനെ അവൻ നമ്മുടെ ഡ്രാക്സ്റ്ററിനെ തീർത്തു. ഇച്ചിരി പട്ടി കളിപ്പിച്ചാലോ? വാടാ നീ വാടാ. അവൻ ലക്കിന് അവൻ്റെ ഹെഡ് കയറിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, എന്ത് ചെയ്യും? അപ്പോൾ അടുത്ത റൗണ്ടിലും കൂടുതലൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ തോറ്റു. നിങ്ങളിനി ബോറടിപ്പിക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 4ാമത്തെ റൗണ്ടിട്ടുള്ളത് കാട്ടിത്തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ 4ാമത്തെ റൗണ്ട് എത്തിയിരിക്കുന്നു. ഇതാ നമ്മളെല്ലാത്തിനും തീർന്നു പോന്നു. അപ്പോൾ ഇതാ ഡ്രാക്സ്റ്റർ ഇവിടെ നിൽക്കുന്നു. ഡ്രാക്സ്റ്ററിനെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് 4ാമത്തെ റൗണ്ടല്ലോ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, അവന്മാർ ഡബിൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡ്രാക്സ്റ്ററിനെ ഇടമളിയും കൊണ്ട് കളിക്കാൻ അറിയുന്നതാണെന്ന് അവൻ പറയുന്നത്. എനിക്ക് അത്യാവശ്യത്തിന് കളിക്കറിയാം. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോനെ പോലെ എന്തും ലക്കിന് എനിക്ക് ഹെഡ് കയറുന്നു. ഡ്രാക്സ്റ്റർ അടിയിരിക്കുന്നു. ഞാൻ ഡ്രാക്സ്റ്ററിൻ്റെ കില്ലൊരു അടിയും കൊണ്ട് ഓസുന്നു. ഇതാ സുഹൃത്തുക്കളെ, എനിമി വളരെ പ്രോയെ 1v2 എടുക്കാമെന്ന് വിചാരിച്ച് വരുന്നു. ഡ്രാക്സ്റ്ററോടെ തീർക്കുന്നു. മറ്റവൻ ഫ്രണ്ടിലിരിക്കുന്നു. ഡ്രാക്സ്റ്ററിന് ഒരു അടി അടിക്കുന്നു. ഞാനൊരു അടിക്കുന്നു. നടന്നില്ല. 2 അടി അടിച്ചപ്പോൾ 2ാമത്തെ അടി കൊണ്ട് അവൻ ചത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ അടുത്ത റൗണ്ടിൽ ഡബിൾ എംഎച്ചിന് വിത്ത് ഡീകളാണ്. വണ്ടാ പിടിക്കാൻ എന്നാണ് ഞാൻ നോക്കുന്നത്. എന്നാൽ ഇവിടെ ഞാനിപ്പോൾ ഓടി നടക്കുന്നു. വണ്ടാപ്പ് കയറുമോ ഇല്ലയോ ആർക്കറിയാം. ഇത് 2 പേര് എൻ്റെ ഫ്രണ്ടിലുണ്ട്. അവൻ എന്നെ വണ്ടാ പിടിച്ച. സുഹൃത്തുക്കൾ, ഇതാ ഡ്രാക്സ്റ്ററിൻ്റെ ഇപ്പോൾ 1v2 സിറ്റുവേഷനാണ്. ഡ്രാക്സ്റ്ററിനെ കൊണ്ട് പറ്റുമോ? ആദ്യത്തെ ആൾ ഡ്രാക്സ്റ്ററിൻ്റെ ഫ്രണ്ടിൽ. വാട്ട് എ വണ്ടർഫുൾ വണ്ടാ ബൈ ഡ്രാക്സ്റ്റർ ഓടുന്നു. ഡ്രാക്സ്റ്ററിനെ പുറകിൽ നിന്ന് അടിക്കുന്നു. ചാടി 2 അടിയും കൊണ്ട് അവനെ തീർന്നു. സിറ്റ് ബ്ലൂ വാൾ. ഡ്രാക്സ്റ്റർ മരണ മാസ് കളി. ഓക്കെ സുഹൃത്തുക്കളെ, കൊടിയുമോട്ട് കഴിഞ്ഞ കളി ഞാൻ വണ്ടാ പിടിച്ചിട്ട് റിവെഞ്ച് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. ഇതാ ഒരുത്തനെ കുത്തി പിടിച്ചിരിക്കുന്നു. മറ്റവനെ ചാടി അടിക്കുന്നു. 2ാമത്തെ അടി ഹെഡ് ഷോട്ട്, ഒരു വണ്ടർഫുൾ ഹെഡ് ഷോട്ട്. അവനങ്ങനെ നോക്കായിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ റൗണ്ട് ജയിച്ചാൽ നമ്മൾ കളി ജയിച്ചു. നോ ഇൻ്റർനെറ്റ് പ്രാങ്ക് വാസ് സക്സസ്ഫുൾ. അപ്പോൾ ഡീകൾ MB5 എടുത്തു ഞാൻ ഒരു രസത്തിന് വേണ്ടി. ആൻഡ് AW വണ്ടർഫുൾ കോമ്പിനേഷൻ. ലോങ്ങിൽ AW കൊണ്ട് അടിക്കും. ഷോട്ടിൽ വന്നാൽ ടർന്ന് പറഞ്ഞ് കുത്തി പിടിക്കും. ഡ്രാക്സ്റ്റർ 1v2 എടുക്കുമെന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. ഇതാ ഡ്രാക്സ്റ്റർ കയറി ചെല്ലുന്നു. ഡ്രാക്സ്റ്ററിൻ്റെ അടുത്താണ് എനിമി. ഡ്രാക്സ്റ്റർ ഇവിടെ തീർന്നിരിക്കുന്ന ഇമേജിനും കൊണ്ട് മാസ്. ഡ്രാക്സ്റ്റർ വേറെ വഴിക്കിലും ഞാൻ വേറെ വഴിക്കിലും പോകുന്നു. ഡ്രാക്സ്റ്റർ ഇച്ചിരി ഷോക്ക് കയറിച്ച് റഷ് അടിക്കുന്നു. അവനാണെങ്കിൽ എംഎച്ചിനും കൊണ്ട് ഒടുക്കത്തെ കുത്തിപ്പിടി. അപ്പോൾ ഞാൻ അടിക്കാമെന്ന് വിചാരിച്ച് കയറി ചെല്ലുന്നു. AW മിസ്സായി. ഞാൻ ഗ്ലൂ വാളിട്ടു, അടിച്ചു. പക്ഷേ അവൻ എൻ്റെ UMP കൊണ്ട് തീർത്തു. സുഹൃത്തുക്കൾ,